ഹെഡ് ഇഞ്ചുറി ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് ഹെഡ് ഇഞ്ചുറി ആണെങ്കിലും 24 മണിക്കൂർ അത് മോണിറ്റർ ചെയ്യണം. ആ മോണിറ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ തന്നെ നല്ലൊരു ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഒരു കൺസൾട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വേറൊരു ടീം വരുന്നുണ്ട്. എല്ലാവരുമായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. ആവശ്യമായ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മെഡിക്കൽ സഹായവും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുഭകരമായ കാര്യമാണ്. സ്റ്റെബിലൈസ് ചെയ്ത് വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം ശരിയാണ്. അപ്പോൾ ഒരു നല്ല പ്രതീക്ഷയ്ക്കുള്ള രീതിയാണ്. അല്ല, അതൊക്കെ സെക്കൻഡറിയാണ്. അതൊന്നും അങ്ങനെ ഗുരുതരമായ കാര്യങ്ങളല്ല. ഒരു ഇഷ്യൂ ഉള്ളത് നമ്മളെ ഒരു ഹെഡ് ഇഞ്ചുറിയാണ്, വീഴ്ചയിൽ പറ്റിയതാണ്. കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഗൗരവതരമായ നമുക്കങ്ങനെ ഇപ്പം തന്നെ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല. അത് നമുക്ക് പരിശോധിക്കാം. ഇപ്പം നമ്മൾ ഞങ്ങളുടെ ഒരു പരിഗണന, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും ജില്ലാ ഭരണകൂടമുണ്ട്, ബാക്കിയുള്ള ഇവിടെ നിന്നുള്ള മന്ത്രിമാരെല്ലാം എല്ലാവരും, ജനപ്രതിനിധികൾ, ഞങ്ങളെല്ലാവരും കൂടുതൽ മെഡിക്കൽ ടീം വരും. അവര് കൂടുതൽ ഒന്നുകൂടി വാച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിച്ചിട്ട് നമുക്ക് പറയാം. അതല്ല നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ അതല്ല. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഇല്ല, അങ്ങനെയൊന്നും ഒരു തീരുമാനം എടുത്തില്ല. ഇവിടെ അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരാതിയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ആശുപത്രി മാനേജ്മെന്റും വളരെ ലിബറലാണ്. വേറെ ഡോക്ടേഴ്സിന്റെ ഒക്കെ അവർ കൺസൾട്ട് ചെയ്യും. കോർഡിനേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊരു ടീം വരും. അവര് അവിടെ നിന്ന് യാത്ര ചെയ്യിച്ചിട്ടുണ്ട്. അവർ കൂടി വന്ന് സംസാരിച്ച് എല്ലാം നോക്കും. ഒരു ആവശ്യമായത് ഇവിടെ തന്നെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ ഈ ആശുപത്രിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മള് ബന്ധുക്കളുടെയും നമ്മുടെയൊക്കെ ഒരു കൺസേൺ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും ആയതുകൊണ്ടും അവിടെ നിന്നൊരു ടീം വരുന്നുണ്ട്. അപ്പൊ അവരുടെയും കൂടി ഒരു അഡ്വൈസ്, അവരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവര് കൂടി വരട്ടെ, അവരുകൂടി വന്ന് നോക്കുമല്ലോ. നമ്മൾ ആ മൂഡിലല്ല. അത് സാധാരണ കയറിയിട്ട് നമ്മൾ കയറി പറയാവുന്ന, നാളെ പരിശോധിച്ചിട്ട് പറയാം. നമുക്കുള്ള വിവരം അല്ലല്ലേ ഞാൻ പറഞ്ഞത്. ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ വിവരമാണ്. അവരെ പരിശോധിച്ച എല്ലാ ഡോക്ടർമാരുമായിട്ടും ഞങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. നേരത്തെ ഡോക്ടർമാർ പങ്കുവച്ച വിവരങ്ങളാണ് പ്രതിപക്ഷ നേതാവും പങ്കുവച്ചത്. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് പറയുന്നു. അവിടുത്തെ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള മറ്റ് വിശദ കാര്യങ്ങളിൽ നാളെ പ്രതികരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ DGP നിർദ്ദേശിച്ചിട്ടുണ്ട് കമ്മീഷണറോട്. കൂടുതൽ വിശദാംശങ്ങളുമായി ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കേസ് ആർക്കെതിരെ, എന്ത് വകുപ്പിൽ, അതിന്റെ വിശദാംശങ്ങളും. ധന്യ, ആശുപത്രി അധികൃതർ നടത്തിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. 11 മണിക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അപ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഉമാ തോമസിന്റെ കണ്ടീഷൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ശുഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് അധികം പേടിക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ടില്ല. നിലവിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഒപ്പം ആശുപത്രി അധികൃതരും നൽകുന്ന ഒരു വിവരം അത് തന്നെയാണ്. ഒപ്പം ഈ നിലവിൽ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് ബ്രെയിനിനും ഒപ്പം സ്പൈൻ ഒപ്പം ലങ്സ് എന്നിവയ്ക്കാണ് ഇഞ്ചുറി സംഭവിക്കുന്നത്. അതിൽ ലങ്സിന്റെ ഇഞ്ചുറി അത്ര കാര്യമുള്ള ഇഞ്ചുറി അല്ല. കാര്യമായിട്ടുള്ള ഇഞ്ചുറി ലങ്സിന് സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒപ്പം ബ്രെയിനിന്റെയും സ്പൈനിന്റെയും ഇഞ്ചുറിയും, ബ്രെയിനിന് അത്യാവശ്യം ഇഞ്ചുറി ഉണ്ട്, എന്നാൽ പോലും ഈ ഇത്തരത്തിൽ സ്പൈനിന്റെ ഇഞ്ചുറിയും വലിയ ഒരു മാരകമായ ഒരു അവസ്ഥയിലേക്ക്
നടപടിക്ക് പോകില്ല എന്നുള്ളൊരു ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരുടെയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള എല്ലാ വിദഗ്ധ ചികിത്സകളും ഇപ്പോൾ ഉറപ്പാക്കുന്നുണ്ട്. കോട്ടയത്തു നിന്നുള്ള വിദഗ്ധ സംഘം എത്തുന്നുണ്ട്. ഇതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു സമീപനം തന്നെയാണെന്നാണ് ഇത്തരത്തിൽ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പറഞ്ഞതും ഒപ്പം പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് പറഞ്ഞതും. ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ മറ്റു ആശുപത്രികളിൽ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതും കൺസൾട്ട് ചെയ്യുന്നതും വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നുള്ളത് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. ബന്ധപ്പെട്ടുള്ള കേസെടുക്കാൻ ഡിജിപിയുടെ നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ MLA അബോധാവസ്ഥയിലാണ്. 24 മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്.